നമസ്കാരം. കോഴഞ്ചേരി പൗരാവലിയുടെ സംരക്ഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴഞ്ചേരി പൗരാവലി ഇന്ന് ലൈവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് കോഴഞ്ചേരി കീഴീര റോഡിലെ ഗേറ്റ് സ്കൂളിന് സമീപമുള്ള റോഡിൻ്റെ അവസ്ഥകൾ കാണിച്ചുകൊണ്ടാണ്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഞങ്ങളുടെ ഈ സംരക്ഷണത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോഴഞ്ചേരി പഞ്ചായത്തിലെ 13-ാം വാർഡും 4-ാം വാർഡും കൂടെ ചേർന്ന റോഡാണിത്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള റോഡാണിത്. ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഈ റോഡ് ടാറിങ്ങുമായി ബന്ധപ്പെട്ട് പല ഫ്ലെക്സ് ബോർഡുകളും ഇവിടെ കാണുകയുണ്ടായി. ഇന്ന് ചെയ്യും, നാളെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പലതും കണ്ടത്. എന്നാൽ ഇതുവരെ യാതൊന്നും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ മീനെ വളർത്തുകയാണെന്ന്. നോക്കി, ചിലപ്പോൾ ഇത് മാനത്താങ്കണ്ണിയോ ഒക്കെ കാണും, ചിലപ്പം വരാലോ തൂളിയോ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് പഴയ തോർത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയായിരുന്നെങ്കിൽ അറിയാമായിരുന്നു വല്ലതും ഉണ്ടോ എന്ന്. കാരണം ഇത് സ്പോൺസർ ചെയ്തത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ അനാസ്ഥ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം മാസങ്ങളായി ഈ റോഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. ആ റോഡ് ടാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടിറക്കിയ മിറ്റിലാണിത്. നോക്കിക്കാട്ടെ, ഈ മിറ്റിൽ കൊണ്ടിറക്കിയേക്കുന്നുണ്ട്. റോഡിൻ്റെ അകത്ത് മിറ്റിൽ കൊണ്ടിറക്കിയിരിക്കുക. റോഡിൻ്റെ വളവ് വരുന്ന സ്ഥലത്ത് മിറ്റിൽ കൊണ്ടിറക്കി. എന്തൊരു വിരോധാഭാസമാണ്. രാത്രി കാലങ്ങളിൽ ഇതിലെ വല്ലതും വരുന്നവന് ഈ മിറ്റിലിൻ്റെ മണ്ടയിൽ കയറും, അല്ലെ പകലായാലും മിറ്റിലിൻ്റെ മണ്ടയിൽ കയറി അപകടം സംഭവിക്കാം. ഇപ്പോൾ ഈ മിറ്റിൽ ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് കാരണം ഇതിലെ ഒരു വണ്ടി വന്നാൽ പോലും ഒന്ന് ഒഴിയാൻ പോലും സ്ഥലമില്ല. ഇതൊക്കെ ആരോട് പറയാനാണ്? തൊട്ടടുത്ത് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂള് തുറക്കാൻ ഇനിയും 10 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അതുതന്നെയുമല്ല, കാലവർഷവും വരാനും 3-4 ദിവസം കൂടെ ഉള്ളൂ. ഇനിയും എന്നാണ് ഈ റോഡ് ശരിയാക്കുക? അടുത്ത കാലത്തൊന്നും ഈ റോഡ് ശരിയാക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ഇനി അത് തന്നെയുമല്ല, വേണമെങ്കിൽ ഈ മഴ സമയത്ത് തന്നെ ചിലപ്പം തുടങ്ങുമായിരിക്കും. കാരണം ഇവിടുത്തെ പണികളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ മഴ സമയത്താണ് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നതും ടാറിങ് നടക്കുന്നതൊക്കെ. കാട്ടിലെ തടി തേവരാന. അവർക്കെന്നാ ഇട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർക്കെന്നാ? അവർക്ക് അവരുടെ ബില്ല് മാറണം എന്നുള്ളതല്ലാതെ വേറെ എന്താണ് ഇതിൽ പറയാനുള്ളത്? എന്തായാലും ഈ റോഡ് ഇതുവരെ ടാർ ചെയ്യാത്തതിൽ ശക്തമായ പ്രതിഷേധം കോഴഞ്ചേരി പൗരാവലി രേഖപ്പെടുത്തുന്നു. ഇനിയെങ്കിലും അധികാരികളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കൂ. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കൂ എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ റോഡിൻ്റെ പണികളുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ഫ്ലെക്സാണിത്. കോഴഞ്ചേരി പഞ്ചായത്തിലെ പുളിയിലേത്തുപടി പുല്ലേലിക്കടവ് ജില്ലാ പഞ്ചായത്ത് റോഡ്. ടാറിങ്ങിന് 35 ലക്ഷം രൂപ അനുവദിച്ച് കൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെച്ചിരിക്കുന്ന ഫ്ലെക്സാണിത്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ പടം മാത്രമേ ഇതിൽ കാണാനുള്ളൂ. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെ, നിങ്ങളുടെ പടം നിങ്ങൾ വെക്കുകയോ വെക്കാതിരിക്കുകയോ ഞങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. നിങ്ങൾ പറയുന്നു 35 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചു എന്ന് പറയുന്നു. ആ 35 ലക്ഷം രൂപ ഇത് എവിടെ? ഈ റോഡിൻ്റെ പണി ഇനി എന്നാണ് നിങ്ങൾ നിർവഹിക്കാൻ പോകുന്നത്? ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇനി 6 മാസം കൂടെ ഉള്ളൂ നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന് ഇനി ആയുസ്. അതുകൂടെ നിങ്ങൾ ഓർമ്മയിലിരിക്കുക. നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപെങ്കിലും ഈ റോഡ് ടാർ ചെയ്ത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാകുമോ? എന്തായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ ഉടനടി ഇവിടെ ഇടപെടുക. ഈ റോഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിവിഷനിലുള്ള ഈ റോഡിൻ്റെ ടാറിങ് നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പരാജയം തന്നെയാണ് എന്ന് കോഴഞ്ചേരി പൗരാവലിക്ക് പറയേണ്ടി വരും. ഏതായാലും ഞങ്ങളുടെ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഉടനടി നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോഴഞ്ചേരി പൗരാവലിക്ക് വേണ്ടി കോഴഞ്ചേരി ഗേറ്റ് സ്കൂളിന് സമീപമുള്ള കീഴീര റോഡിൽ നിന്ന് ജോജി കാവുംപടിക്കൽ.